ഹലോ ഡിയർ ഫ്രണ്ട്സ്, ജയം ട്രാവൽ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കിളിരൂർ കുന്നമേൽ ഭഗവതി ക്ഷേത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കോട്ടയം തിരുനക്കരയുടെ പടിഞ്ഞാറ് ഭാഗത്ത്, അതായത് കുമരകത്തേക്ക് പോകുന്ന വഴി ഇല്ലിക്കൽ ചെന്നാൽ ഇടത് ഭാഗത്തേക്കാണ് തിരുവാർപ്പ് റോഡ്. ആ റോഡ് കുറേയൊന്ന് മുന്നോട്ടേക്ക് ചെല്ലുമ്പോൾ വലിയ പാലം കടന്നാൽ ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്തെത്താം. കാഞ്ഞിരം ജെട്ടി റോഡിലൂടെയും ക്ഷേത്രത്തിലേക്ക് എത്താം. കാഞ്ഞിരം കവലയിൽ നിന്നും കുറച്ചൊന്ന് മുന്നോട്ട് വരുമ്പോൾ വലത് ഭാഗത്തേക്ക് തിരിഞ്ഞാൽ നേരെ ക്ഷേത്രത്തിൻ്റെ പുറകിലെ പടിക്കെട്ടുകളുടെ അടുത്തേക്ക് എത്താം. നമ്മളിപ്പോൾ നിൽക്കുന്നത് മുൻഭാഗത്താണ്. പടിക്കെട്ടുകൾ കയറി ചെല്ലുമ്പോൾ വലതു ഭാഗത്തായി 750 നമ്പർ NSS കരയോഗ മന്ദിരം. അത് കഴിഞ്ഞാൽ സ്വല്പം കൂടെ മുമ്പോട്ട് ചെല്ലുമ്പോൾ തലമുറകളുടെ വളർച്ചയ്ക്ക് സാക്ഷ്യം വഹിച്ച് നിശബ്ദനായി തലയുയർത്തി നിൽക്കുന്ന ആൽമരവും കടന്നാൽ ക്ഷേത്രഗോപുരം എത്തി. ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു കുറ്റം ചെയ്ത കുട്ടിയുടെ മുഖഭാവമാണ് എനിക്ക്. കാരണം കുറേയേറെ നാളുകളായി വന്നിട്ട് അകത്തേക്ക് ചെല്ലുമ്പോൾ ഒരു ചെറിയ പിണക്കവും ദേഷ്യവുമൊക്കെ ദേവിയുടെ മുഖത്തുണ്ടാവും. എങ്കിലും ഒരു പ്രദക്ഷിണം വെച്ച് വരുമ്പോഴേക്കും പതിവുള്ള സ്നേഹ, വാത്സല്യ, കരുണ നിറഞ്ഞ മുഖഭാവത്തോടെ ദേവി എന്നെ നോക്കി മന്ദഹസിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്. അങ്ങനെ അകത്ത് കയറി തൊഴുതു, പ്രാർത്ഥിച്ചു, വഴിപാടൊക്കെ കഴിച്ചു. ഇനി നമുക്ക് ക്ഷേത്രത്തിന് ഒരു പ്രദക്ഷിണം വെച്ച് ഉപദേവതമാരെയൊക്കെ തൊഴുതു മടങ്ങി വരാം. ക്ഷേത്രത്തെ സംബന്ധിച്ചൊരു ഐതിഹ്യമുണ്ട്. പള്ളിവാണ പെരുമാൾ ജന്മനാ ഹിന്ദുവും പിന്നീട് ബുദ്ധമത അനുയായിയുമായി മാറിയ അദ്ദേഹം നിർമ്മിച്ച ഒരു ബുദ്ധവിഹാരമായിരുന്നു പണ്ട് ഈ ക്ഷേത്രമെന്ന് വിശ്വസിക്കുന്നു. നേരെ മുന്നിൽ കാണുന്നതാണ് മഠത്തിൽ ഭഗവതി ക്ഷേത്രം. ഇളമ്പ്രക്കോട്ട് മഠത്തിൻ്റെ പരദേവതയാണ്. തൊട്ടടുത്ത് തന്നെ ശ്രീ പരമേശ്വരനും ഗണപതിക്കുമായി ഒരു ചെറിയ ക്ഷേത്രവും ഉണ്ട്. ഗ്രാമങ്ങളുടെയൊക്കെ മുഖച്ഛായ തന്നെ പാടെ മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഒരു ഗ്രാമത്തിൻ്റെ തനത് സൗന്ദര്യം കാത്തു സൂക്ഷിച്ചു പോരുന്ന സുന്ദരമായ ഒരു പ്രദേശമാണ് ഈ ക്ഷേത്രവും പരിസരവും. ഇതാ നോക്കൂ, ഇത് സർപ്പക്കാവാണ്. ഇതിന് പിന്നിലായി വളരെ വലിയ ഒരു കാവ് തന്നെയാണുള്ളത്. എല്ലാ വർഷവും കന്നിമാസത്തിൽ ആയില്യപൂജയെ ഇവിടെ കെങ്കേമമായി കൊണ്ടാടപ്പെടുന്നു. സർപ്പക്കാവിന് തൊട്ടടുത്ത് തന്നെയാണ് സപ്തകന്യകകൾക്കായുള്ള ക്ഷേത്രവും. ഇത് വെട്ടിക്കുളങ്ങര കുടുംബത്തിൻ്റെ കുടുംബ ദേവതാ ക്ഷേത്രമാണ്. മഴയും മഞ്ഞും വെയിലും കൊണ്ട് ഞങ്ങൾ ഇരുന്നു കൊള്ളാം എന്ന അരുളപ്പാടുണ്ടായിരുന്നതുകൊണ്ട് ക്ഷേത്രത്തിന് മേൽക്കൂരയില്ല എന്നൊരു പ്രത്യേകത കൂടെയുണ്ട്. പണ്ട് തറവാടിനുള്ളിൽ വെച്ച് പൂജിച്ചിരുന്ന പഞ്ചലോഹ നിർമ്മിതമായ 7 വിഗ്രഹങ്ങൾ കളവ് പോയതിനെ തുടർന്ന് അതേപോലെ തന്നെയുള്ള 7 ദേവീ വിഗ്രഹങ്ങൾ കരിങ്കല്ലിൽ തീർത്ത് ക്ഷേത്രത്തിനുള്ളിലേക്ക് മാറ്റുകയാണ് ഉണ്ടായത്. മകളന്മാർ അഥവാ സപ്തകന്യകൾ എന്നാണ് അറിയപ്പെടുന്നത്. മഞ്ഞളാട്ടമാണ് ഇവിടുത്തെ പ്രധാന വഴിപാട്. ഈ കുടുംബത്തിൻ്റെ ശാഖാംഗങ്ങളൊക്കെ തന്നെ വർഷത്തിലൊരിക്കലെങ്കിലും ഇവിടെ വന്ന് ദേവിമാർക്ക് പ്രത്യേക പൂജ ചെയ്യിച്ചാണ് മടങ്ങാറ്. ഇപ്പോൾ തറവാട്ടിൽ ഉള്ളത് ഇളമുറക്കാരനായ രാജ്മോഹനും കുടുംബവുമാണ്. എപ്പോഴൊക്കെ ഇവിടെ വരുമ്പോൾ അപ്പോഴൊക്കെ ദേവിമാർക്ക് മുന്നിൽ തിരി കത്തിച്ചു വെച്ച് പ്രാർത്ഥിച്ചേ ഞാനും മടങ്ങാറുള്ളൂ. എല്ലാ വർഷവും മാർച്ച് മാസത്തിലാണ് ഇവിടെ ഉത്സവം. അതായത് മീനമാസത്തിൽ രോഹിണിക്ക് കൊടിയേറി പൂരം ആറാട്ട് 8 ദിവസത്തെ ഉത്സവമാണ്. ഇവിടുത്തെ പ്രധാന വഴിപാട് വല്യൂട്ട് പായസവും ശർക്കിലടയുമാണ്. ഇത് യക്ഷിനടയാണ്. അത് കഴിഞ്ഞാൽ ശ്രീകൃഷ്ണ ക്ഷേത്രമാണ് ഈ കാണുന്നത്. ഈ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൻ്റെ തൊട്ടു പിന്നിലായി അതിനോട് ചേർന്ന് തന്നെ ഒരു ബുദ്ധ ബിംബവും ഉണ്ട്. നോക്കൂ, ഈ വാതിലിനുള്ളിലൂടെ അകത്തേക്ക് കയറിയാൽ മടിവരെ നീണ്ട താടിമീശയോടുകൂടി അശുദ്ധമൂലത്തിൽ യോഗമുദ്രയിൽ ബ്രഹ്മധ്യാനം ചെയ്യുന്ന ശ്രീബുദ്ധൻ്റെ ബിംബമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഇതൊരു ബുദ്ധവിഹാരമായിരുന്നുവെന്ന്. പണ്ടൊക്കെ അത് തുറന്നിടുമായിരുന്നു, പക്ഷേ ഇപ്പോൾ അത് പൂർണ്ണമായും അടച്ചിരിക്കുകയാണ്. ഇനി ഉപദേവതമാരായിട്ടുള്ളത് അന്നപൂർണേശ്വരിയാണ്. ഈ കാണുന്നത്. അന്നപൂർണേശ്വരിക്ക് പിന്നിലായി ഭദ്രകാളി നടയും പിന്നീട് രക്ഷസും അത് കഴിഞ്ഞാൽ ശാസ്താവിൻ്റെ ക്ഷേത്രവുമാണ്.
ശാസ്താവിനായാണ് ഈ ക്ഷേത്രം യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചിരുന്നത്. പിന്നീടത് ദേവി കാർത്യായനിക്കായി മാറിയതാണ്. അതിനു പിന്നിലും ഒരു ഐതിഹ്യമുണ്ട്. പണ്ട് ഇവിടെ കണ്ണാട്ട് കോതയമ്മ എന്ന ഈശ്വരഭക്തയായ ഒരു വയോധിക ജീവിച്ചിരുന്നു. എന്നും വെളുപ്പിന് പതിവുള്ള ഈശ്വര പൂജയ്ക്ക് മുന്നായി തൻ്റെ മകൾ കാർത്യായനിയെയും കൂട്ടി കുളിക്കടവിലേക്ക് കുളിക്കുവാൻ പോകുമായിരുന്നു. എന്നാൽ ഒരു ദിവസം മകൾക്ക് മുന്നേ പോയ കോതയമ്മ കടവിലെത്തിയപ്പോൾ അക്കരെ നിന്നും ഒരു സ്ത്രീ നടന്നു വരുന്നത് കണ്ട് കാർത്യായനി എന്ന് ഉറക്കെ വിളിച്ചു. എന്നാൽ അടുത്തെത്തിയ സർവാംഗസുന്ദരിയായ ആ സ്ത്രീ താൻ മകളല്ല, പക്ഷേ കാർത്യായനിയാണ് എന്ന് പറഞ്ഞു ഇവിടെ പാർക്കുവാൻ വന്നതാണെന്നും അറിയിച്ചു. അവർ തമ്മിലുണ്ടായ സംഭാഷണ വിവരം കോതയമ്മ തൻ്റെ സഹോദരൻ കൊച്ചയ്യപ്പനോട് പറഞ്ഞു. കൊച്ചയ്യപ്പൻ ഈ വിവരം കരയിലെ പ്രധാനികളായ വെട്ടിക്കുളങ്ങര കൈമൾ, പള്ളിയിൽ മേനോൻ എന്നിവരെ അറിയിക്കുകയും ചെയ്തു. അവർ പിന്നീട് ഈ വിവരം തെക്കുംകൂർ രാജാവിനെ ധരിപ്പിച്ചു. അങ്ങനെ രാജാവ് ശാസ്താവിനായി നിർമ്മിച്ച ഈ ക്ഷേത്രം ദേവി കാർത്യായനിക്കുള്ളതാക്കി മാറ്റി. ശാസ്താവിന് ഈ കാണുന്ന തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയ ശ്രീകോവിൽ നിർമ്മിക്കുകയും ചെയ്തു. ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയ്ക്ക് ആവശ്യമായ ബിംബം കുളിക്കടവിലെ കയത്തിനുള്ളിൽ, അതായത് പാലക്ക നിറഞ്ഞു കിടക്കുന്ന കയത്തിനുള്ളിലുണ്ട് എന്ന് ദേവി അരുളപ്പെട്ടിരുന്നു. അവിടെ നിന്നെടുത്ത ബിംബമാണ് ഇവിടെ ക്ഷേത്രത്തിനുള്ളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഇന്നും പ്രദേശവാസികളായ സ്ത്രീകൾ ആരും തന്നെ ഇവിടെ പാലക്കാമാല ധരിക്കാറില്ല. കാർത്യായനി എന്നിവിടെ ആർക്കും പേരുമിടാറില്ല. ചുവന്ന വസ്ത്രം ധരിച്ചാരും ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കാറുമില്ല. അതുപോലെ തന്നെ കോതയമ്മയുടെയും ദേവിയുടെയും സംഭാഷണം യാദൃശ്ചിയാ കേട്ടുപോയ കണിയാൻ അത് മറ്റാരോടും പറയാൻ പാടില്ല എന്ന വ്യവസ്ഥ തെറ്റിച്ചതുമൂലം ആ കുടുംബത്തിന് പിൽക്കാലത്ത് ഒരുപാട് ദുർഘടങ്ങളുണ്ടായി എന്നും പറയുന്നു. അപ്പോൾ സമയം 11 മണിയാവാറായി. ശിവേലി നടക്കുകയാണ്. രാവിലത്തെ പൂജ കഴിഞ്ഞ് ക്ഷേത്രനട അടയ്ക്കാറായി. ഇനി വൈകുന്നേരം 5 മണി കഴിഞ്ഞ് മാത്രമേ തുറക്കുകയുള്ളൂ. ദേവിയെ ഒന്നുകൂടെ തൊഴുതിട്ട് ഞാനും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പിൻവിളി പോലെ ശ്രീകോവിലിൽ നിന്നൊരു ശബ്ദം, ഇനി എന്നാ നീ ഇങ്ങോട്ട്? അധികം താമസിയാതെ വരും, ഒരു മഞ്ഞളാട്ടം കഴിപ്പിക്കണം എന്ന് മറുപടി പറഞ്ഞ് ഞാൻ താഴേക്കിറങ്ങി. ക്ഷേത്രത്തിന് ഉൾവശം പോലെ തന്നെ വിശാലമാണ് ക്ഷേത്ര മൈതാനവും. ഇവിടെയുള്ള കുട്ടികളും ചെറുപ്പക്കാരുമെല്ലാം അവരുടെ വൈകുന്നേരങ്ങളും അവധിക്കാലവുമെല്ലാം പലതരം കളികളുമായി ഈ മൈതാനത്ത് സജീവമാകാറുണ്ട്. അമ്പലം, ആൽത്തറ, അമ്പലക്കുളം, സർപ്പക്കാവ്, ഉത്സവങ്ങൾ, ഇതൊന്നുമില്ലെങ്കിൽ പിന്നെ നമ്മളില്ലല്ലോ. ക്ഷേത്രകാര്യങ്ങളിൽ പ്രദേശവാസികളുടെ സഹകരണം പ്രത്യേകം എടുത്തു പറയേണ്ട ഒന്നാണ്. ഇതാ നോക്കൂ, ക്ഷേത്ര മൈതാനത്തിൻ്റെ ഒത്ത നടുവിലൂടെയുള്ള ഒരു റോഡ്. കുറേയേറെ വർഷങ്ങൾക്ക് മുൻപ് പടിഞ്ഞാറൻ മേഖലയ്ക്ക് വാഹനഗതാഗതം സാധ്യമാകുന്നതിനായി ഇത്തരമൊരു റോഡിൻ്റെ ആവശ്യകത ദേവസ്വം ബോർഡിനെ ബോധ്യപ്പെടുത്തുകയും ബോർഡിൽ നിന്ന് അനുമതി നേടുകയും ചെയ്ത, അതിനുവേണ്ടി അക്ഷീണം പരിശ്രമിച്ച മഹത് വ്യക്തിത്വത്തെ കൂടെ ഈ അവസരത്തിൽ ഓർമ്മിക്കുന്നു. ശ്രീ പത്മനാഭ കൈമൾ, വെട്ടിക്കുളങ്ങര. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് 1987 ക്ഷേത്രത്തിൽ അഷ്ടബന്ധ കലശവും നടന്നത്. കസവ് മുണ്ടെടുത്ത് കസവ് നേരിയതും തോളിലിട്ട് കയ്യിലെ വാഴയിലക്കീറിൽ പൂവും പ്രസാദവുമായി എന്നും രാവിലെ പതിവുള്ള ക്ഷേത്ര ദർശനവും കഴിഞ്ഞ് ഒരു രാജാവിനെ പോലെ ഈ നടകളിറങ്ങി വരുന്ന ദീപ്തമായ ആ ഓർമ്മയ്ക്ക് മുൻപിൽ ശിരസ് നമിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ബൈ.